ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേർസാക്ഷ്യങ്ങൾ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കാനാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ശീലവും സംസ്കാരവുമാകണമെന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തിയതായി ഡോക്ടർ ആർസു. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കെ ബൈജുനാഥ്. സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ നടന്ന ജില്ലയായി കോഴിക്കോട് മാറിയതായി മന്ത്രി ആർ ബിന്ദു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേർസാക്ഷ്യങ്ങൾ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കാനാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ട്രാൻസ്ജെൻഡർ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേർസാക്ഷ്യങ്ങൾ ഏറ്റവും ഹൃദയസ്പർശിയായി പ്രതിഫലിപ്പിക്കാൻ സിനിമയിലൂടെ സാധിക്കുമെന്ന് സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററുകളിലായി സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡർ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ആവിഷ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാധ്യമമാണ് സിനിമയെന്നും രാജ്യങ്ങൾക്ക് അപ്പുറത്തുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞത് സിനിമകളിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു. ഭൂരിഭാഗം മനുഷ്യരും ട്രാൻസ് സമൂഹത്തെ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. അവരും മനുഷ്യരാണെന്ന ഉറച്ച പ്രഖ്യാപനങ്ങൾ ഇനിയും സമൂഹത്തിലുണ്ടാകണം. അതിനുള്ള വഴിയായി ഫിലിം ഫെസ്റ്റിവൽ മാറട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. ഇനിയും സമീപനത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലുമെല്ലാം പോസിറ്റീവായ മാറ്റങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഏവരോടും പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൽ സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ അധ്യക്ഷത വഹിച്ചു. നടിയും സംസ്ഥാന അവാർഡ് ജേതാവുമായ നേഗ, നടിയും ആക്ടിവിസ്റ്റുമായ എ രേവതി എന്നിവർ മുഖ്യാതിഥികളായി. അഭിനേതാക്കളായ നാദിറ മെഹർ, സാന്ദ്ര ലാർവിൻ, സഞ്ജന ചന്ദ്രൻ, റിയ ഇഷ, ശീതൾ ശ്യാം, സംവിധായിക എസ് ഏരിയൽ എന്നിവർ അതിഥികളായി. സാമൂഹിക നീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജലജ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ നടന്ന ജില്ലയായി കോഴിക്കോട് മാറിയതായി മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും UDID രജിസ്ട്രേഷൻ നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ജില്ലയായിട്ട് കോഴിക്കോട് മാറി എന്നുള്ള വിവരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി ജനങ്ങളുള്ള മൂന്നാമത് ജില്ലയാണ് കോഴിക്കോട്. സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും UDID രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സാമൂഹ്യനീതി വകുപ്പ് രണ്ടാം ഘട്ട ക്യാമ്പയിൻ എന്ന നിലയിൽ തന്മുദ്ര ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു. സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി തന്മുദ്ര ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയി. ആ തന്മുദ്ര സർവേയിൽ കോഴിക്കോട് ജില്ലയിൽ 57,370 ഭിന്നശേഷിക്കാരാണ് ഉള്ളത് എന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ സംസ്ഥാനത്തെ 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്ക് മുഴുവൻ ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാന രേഖയായി പരിഗണിക്കുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാനുള്ള യത്നം അത് അഭിമാനാർഹമായിട്ടുള്ള നിലയിൽ കോഴിക്കോട് ജില്ല പൂർത്തീകരിച്ചിരിക്കുകയാണ്.
വാർത്താ സമ്മേളനത്തിൽ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, ട്രാൻസ്ജെൻഡർ സെൽ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ ശ്യാമ എസ് പ്രഭ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ശീലവും സംസ്കാരവും ആകണമെന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തിയതായി ഡോക്ടർ ആർസു. മിഠായി തെരുവിൽ നടന്ന ഖാദി ഓണം മേളയോടനുബന്ധിച്ച് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ രചനാത്മക പ്രവർത്തനവും ഖാദിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. സ്വരാജ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ശീലവും സംസ്കാരവും ആകണമെന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തിയതായി ഡോക്ടർ ആർസു പറഞ്ഞു. നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് 1757 ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ തറക്കല്ലിട്ടു എന്നാണ്. ജാലിയൻ വാലാബാഗ് നടന്നപ്പോൾ ഗാന്ധിജി എഴുതിയ കുറിപ്പിൽ പറയുന്നിരിക്കുന്നത് അവരെ അന്ന് സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരം ഇട്ടുവെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രക്രിയയാണ് ജാലിയൻ വാലാബാഗ്. ജനജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനജാഗ്രതയുടെ ഒരു വലിയ ഒരു ഉന്മേഷപൂർണമായുള്ള അന്തരീക്ഷം ഉണ്ടായത്. രവീന്ദ്രനാഥ ടാഗോർ ആ സംഭവം അറിഞ്ഞപ്പോൾ ചെയ്തത് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത ബഹുമതി, നൈറ്റ്ഹുഡ് സർ എന്ന ബഹുമതി അദ്ദേഹം തിരസ്കരിക്കുകയായിരുന്നു. നമ്മൾ വിലപ്പെട്ടത് എന്ന് കരുതുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് വിലപ്പെട്ടതാണ് കാരണം എന്നില്ല. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവോദയ മണ്ഡലം പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, കേരള മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ജേക്കബ് വടക്കാഞ്ചേരി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് സ്വാഗതവും എംപോറിയം മാനേജർ ടി ഷൈജു നന്ദിയും പറഞ്ഞു. ഖാദി ഓണം മേളയോടനുബന്ധിച്ചാണ് സെമിനാർ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഉത്തർപ്രദേശ്, കാശ്മീർ, ബീഹാർ, ബംഗാൾ, ഒഡീഷ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. കാശ്മീർ, തുർക്കി, ഇറാൻ കാർപ്പറ്റ്, ജയ്പൂരി ബെഡ്ഷീറ്റ്, പാഗൽപൂരി സാരി, ചുരിദാർ സെറ്റ്, ജയ്പൂർ ഹാൻഡ് പ്രിന്റ് ഷർട്ട്, കുർത്ത, സോഫ കവർ, ജയ്പൂരി ജ്വല്ലറി ഐറ്റംസ്, രാജസ്ഥാൻ കോപ്പർ ഗോൾഡ് പോളിഷ് ജ്വല്ലറി, UP ഖാദി മെറ്റീരിയൽസ്, കൂടാതെ വയനാടൻ ഉൽപ്പന്നങ്ങളും. ഓണം ഖാദി മേള രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കെ ബൈജുനാഥ് പറഞ്ഞു. PV പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ IPS ഉദ്യോഗസ്ഥനായിരുന്ന PV പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണം ഹോട്ടൽ അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഏതാണ്ട് 16-17 കൊല്ലത്തോളം ഞാൻ മജിസ്ട്രേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ
പോലീസുമായി വളരെ അടുത്തിടപെടാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് ചീഫ് ഡിവിഷൻ മജിസ്ട്രേറ്റായി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം, ഞാനുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സൊക്കെ അറിയാം, വളരെ ഉയർന്ന പോലീസ് തസ്തികയിൽ ഇരിക്കുന്നവരും സദാ പോലീസ് എൻ്റെ കോർട്ട് ഡ്യൂട്ടിയിൽ നിന്ന ആളുകളുമായി വളരെ അടുപ്പം പുലർത്താൻ ഒരു ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും പോലീസുകാരുമായിട്ടാണ് ഇടപാട് അധികവും. മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള പദവി കഴിഞ്ഞ 4 വർഷമായി മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നിങ്ങളൊക്കെ ഇപ്പോഴും വളരെ ചെറുപ്പക്കാരായി ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ പല കാര്യങ്ങൾ അയവറക്കാറുണ്ട്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയാനുണ്ടാവും. കോഴിക്കോടിൻ്റെ ചരിത്രം, അതിൽ പ്രധാന പങ്ക് വഹിച്ച, കോഴിക്കോടിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച, അന്നൊക്കെ പലപ്പോഴും ഫുട്ബോൾ നാഗജി ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഒരു വലിയ പ്രയത്നം നേരിട്ട പണികളാണ്. സ്വാഗത സംഘം കൺവീനർ MK നന്ദനൻ അധ്യക്ഷനായിരുന്നു. CP ലോഹിതാക്ഷൻ, T ശോഭി, N സുഭാഷ് ബാബു, കല്ലറ ബാലകൃഷ്ണൻ, KP അബ്ദുൾ റസാഖ്, A വിശ്വനാഥക്കുറുപ്പ്, PP ഹരിദാസൻ, പ്രഭാകരൻ നമ്പ്യാരുടെ മകൾ TV സുനിത നായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സൈക്കാട്രിസ്റ്റ് സൊസൈറ്റിയുടെ 41ാം സംസ്ഥാന സമ്മേളനം സിപ്സ്കോൺ 2025 22 മുതൽ 24 വരെ ഹോട്ടൽ ടിയാരയിൽ നടക്കും. കാലിക്കറ്റ് സൈക്കാട്രിക് ഗിൽഡാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ കേരള തലത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നാളെ 22-ന് കോഴിക്കോട് TRA ഹോട്ടലിൽ വെച്ച്, ഇത് ഞങ്ങളുടെ 41ാമത്തെ സമ്മേളനമാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്നതാണ്. നാളെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടും പിന്നെ ശനിയാഴ്ച രാവിലെ ഈ സമ്മേളനം ഉദ്ഘാടന ചടങ്ങുകളും പിന്നെ ബാക്കി മറ്റേ ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കലും പ്രഭാഷണങ്ങളും പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പല ക്വിസ് പ്രോഗ്രാംസും എന്നിവ ഇതിൽ ഉൾപ്പെടും. കോൺഫറൻസ് 24-ാം തീയതി ഉച്ചയോട് കൂടിയിട്ട് സമാപനം. എന്തായാലും അതിനോടനുബന്ധിച്ചൊരു അവയർനെസ് പ്രോഗ്രാം നമ്മൾ മെഡിക്കൽ കോളേജ് IMCH കാവേരി ഹാളിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയിലുള്ള ആളുകളുടെ മാനസിക സമ്മർദ്ദം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. കാവേരി ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഏകദേശം 150 ആൾക്കാരോളം അറ്റൻഡ് ചെയ്യും എന്നാണ് മനസ്സിലായത്. ഈ മീറ്റിങ്ങിനും ഏകദേശം 300ഓളം ആളുകളാണ്, ഡോക്ടേഴ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജയചന്ദ്ര ഗാനോത്സവം ഓഗസ്റ്റ് 24-ന് ടൗൺ ഹാളിൽ നടക്കും. ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ 101 മലയാള ഗാനങ്ങളാണ് മാറാട് ഉദയകുമാർ തുടർച്ചയായി ടൗൺ ഹാളിൽ അവതരിപ്പിക്കുന്നത്. മലയാള ഭാഷകൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി ഓടിയില കരവുണ്ടി തെളിയുന്നു. മലയാള ഭാഷകൻ മാതക ഭംഗി മലമന്ദഹാസമായി വിരിയുന്നു. മാറാട് ഉദയകുമാർ മാഷിന് അനുഗ്രഹമെന്നോണം വൈകിട്ട് 5 മണിക്ക് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. നടുവട്ടം ശ്രീരഞ്ജിനി സംഗീത നാട്യകലാ ക്ഷേത്രത്തിന്റെ പ്രിൻസിപ്പലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ഗുരുവായ PK ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉദയകുമാർ മാഷ് എഴുതി സനീഷ് എബ്രഹാം ചിട്ടപ്പെടുത്തിയ നാദം സ്കൂൾ ഇറക്കുന്ന ശ്രാവണ സന്ധ്യ എന്ന ഓണപ്പാട്ടിന്റെ ലോഞ്ചിങ് മ്യൂസിക് ഡയറക്ടർ തേജ് മെർവിൻ കോഴിക്കോട് നിർവഹിക്കും. നമ്മുടെ മാഷിന്റെ, ഉദയകുമാർ മാഷിന്റെ ഗുരുവാണ് ശ്രീ PK ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ മാഷ് തന്നെ എഴുതിയ ശ്രാവണ സന്ധ്യ എന്ന് പറഞ്ഞൊരു ഓണപ്പാട്ട് മാഷ് എഴുതി ശ്രീ സനീഷ് എബ്രഹാം അത് ചിട്ടപ്പെടുത്തി ഞങ്ങളൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു ഓണപ്പാട്ട് അന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീ തേജ് മെർവിനാണ്.
ബാലചന്ദ്ര മേനോൻ, തുളസീധരൻ പിള്ള, സനീഷ് എബ്രഹാം, സുന്ദർ റാം, ശ്രീലത ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഉത്തർപ്രദേശ്, കാശ്മീർ, ബീഹാർ, ബംഗാൾ, ഒഡീഷ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. കാശ്മീർ, തുർക്കി, ഇറാൻ കാർപ്പറ്റ്, ജയ്പൂരി ബെഡ്ഷീറ്റ്, പാഗൽപൂരി സാരി, ചുരിദാർ സെറ്റ്, ജയ്പൂർ ഹാൻഡ് പ്രിന്റ് ഷർട്ട്, കുർത്ത, സോഫ കവർ, ജയ്പൂരി ജ്വല്ലറി ഐറ്റംസ്, രാജസ്ഥാൻ കോപ്പർ ഗോൾഡ് പോളിഷ് ജ്വല്ലറി, UP ഖാദി മെറ്റീരിയൽസ്, കൂടാതെ വയനാടൻ ഉൽപ്പന്നങ്ങളും. ഓണം ഖാദി മേള രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷൻ മാനാച്ചിറ CSI ഹാളിൽ. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ടീം ദോസ്തി ചാമ്പ്യന്മാരായി. 4 ദിവസങ്ങളിലായി കോഴിക്കോട് നടക്കാവ് ടർഫ് ഓൺ ഗ്രൗണ്ടിലായിരുന്നു മത്സരം. ന്യൂ ക്ലൗഡ് കുറ്റിച്ചെറിയെ 11 റൺസിന് തോൽപ്പിച്ചാണ് ടീം ദോസ്തി ചാമ്പ്യൻസ് കിരീടം സ്വന്തമാക്കിയത്. ജൂനിയർ വിഭാഗം ഫൈനലിൽ ടീം R18ഉം സൂപ്പർ സീനിയർ വിഭാഗത്തിലെ സാറ്റർഡേ നൈറ്റ് റൈഡേഴ്സും ചാമ്പ്യന്മാരായി. സമാപന ചടങ്ങിൽ ട്രാഫിക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജോൺസൺ, സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ്, BMH സീനിയർ കൺസൾട്ടന്റ് ഷില്ലർ ജോസ്, ന്യൂറോ സർജൻ സലാം, മെറാൾട്ട ജ്വൽസ് ചെയർമാൻ അബ്ദുൽ ജലീൽ ഇനത്തിൽ, ഡാഫോഡിൽസിൽ മാനേജിംഗ് ഡയറക്ടർ ആദം OG, മലബാർ മാക്സി വിഷൻ ഡയറക്ടർ PM റഷീദ് അലി, ജോയിന്റ് RTO സക്കറിയ, ഓറ ഇലക്ട്രിക്കൽസ് ഡയറക്ടർ PM നൌഷാദ് എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് പ്രസിഡന്റ് ഫൗസൽ ഹസൻ അധ്യക്ഷനായി. ഫറൂഖ് അലി, K അൽതാഫ്, PP മെഹറൂഫ്, ജാബിർ സാലിം, KM അഗ്ദാബ്, O മമ്മദു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖുർആൻ കാലത്തിനൊപ്പം എന്ന പ്രമേയത്തിൽ എജു ഗാർഡൻ സംഘടിപ്പിക്കുന്ന ഇക്ര ഹോളി ഖുർആൻ കോൺഫറൻസ് 22-23 തീയതികളിൽ നടക്കും. ഇക്ര ഹോളി ഖുർആൻ അവാർഡ് CP അബ്ദുറഹ്മാൻ ഹാജിക്ക് ചടങ്ങിൽ നൽകും. വലിയ സേവനങ്ങൾ നൽകുന്ന ആളുകൾക്ക് നൽകുന്ന അവാർഡാണ് ഹോളി ഖുർആൻ അവാർഡ്. അത് ഇത്തവണ അബുദാബിയിലെ ബനിയാസ് പെരിക്ക് MD CP അബ്ദുറഹ്മാൻ ഹാജി പുറ്റൂർ അദ്ദേഹത്തിന് നൽകുന്നു. അതോടനുബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദത്തിലിരിക്കുന്ന ഖുർആൻ
അതുപോലെ തന്നെ പ്രവാചകൻ്റെ ബഹുഭാര്യത്വം, അതുപോലെ തന്നെ ഖുർആൻ്റെ അമാനുഷികത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രവാചക ജന്മദിനത്തിൻ്റെ മുന്നോടിയായി ഒരു പാനൽ ഡിസ്കഷൻ രൂപത്തിലാണ് ഈ കോൺഫറൻസ് നമ്മൾ നടത്തുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ വളരെ പ്രസിദ്ധമായ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മുടെ സ്ഥാപനത്തിനും പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ പോകാറുള്ളത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാധനന്മാരായ നിരവധി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതോടൊപ്പം സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് വൈജ്ഞാനികമായ ഉന്നതി നൽകുക എന്നതാണ് സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്ഥാപനം നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഏഷ്യൻ ഗെയിംസ് ഇനമായ ജാപ്പനീസ് ആയോധന കല ജുജിത്സുവിന്റെ ദേശീയ റഫറിയായി കോഴിക്കോട് സ്വദേശി പി സാജൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയാണ് സാജൻ. ഏഷ്യൻ ഗെയിംസ് ഇനമായ ജാപ്പനീസ് ആയോധന കല ജുജിത്സുവിന്റെ ദേശീയ റഫറിയായി കോഴിക്കോട് സ്വദേശി തിരഞ്ഞെടുക്കപ്പെട്ടു. ബേപ്പൂർ സ്വദേശിയായ പി സാജനാണ് ഹൈദരാബാദിൽ നടന്ന ജഡ്ജ്മെന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ മികച്ച സ്കോറോടെ നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ നിന്ന് 2 പേർക്ക് മാത്രമാണ് ഇത്തവണ റഫറിയായി അംഗീകാരം ലഭിച്ചത്. 25 വർഷത്തിലേറെയായി ആയോധന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സാജൻ നടുവട്ടം ആസ്ഥാനമായുള്ള സ്പാർട്സൺ അക്കാദമിയുടെ മുഖ്യ പരിശീലകനാണ്. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ ജുജിത്സു ഇന്ത്യ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിനയ് കുമാർ ജോഷിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേർസാക്ഷ്യങ്ങൾ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കാനാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ശീലവും സംസ്കാരവുമാകണമെന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തിയതായി ഡോക്ടർ ആർസു. കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് പഴയകാല പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കെ ബൈജുനാഥ്. സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ നടന്ന ജില്ലയായി കോഴിക്കോട് മാറിയതായി മന്ത്രി ആർ ബിന്ദു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.